ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു കുഞ്ഞൻ ഗ്രാമത്തിലാണ് ഉള്ളത് കേട്ടോ. അപ്പം ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഈ കനാൽ ഞാൻ മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിലും അധികം ആൾക്കാർ കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചൂട് ടൈം ആയതുകൊണ്ടായിരിക്കും. ഒരു ഫാമിലി മൊത്തം വെള്ളത്തിൽ കിടക്കുകയാണ്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബറുമാണ് കുറേ നേരം കൊണ്ട് എന്നെ വിളിക്കുകയാണ്. ഞാൻ മറു സൈഡ് നിന്നപ്പോഴും ഇങ്ങോട്ട് വരുമെന്ന്. എന്തായാലും ഞാനും ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് നല്ല പൊള്ളുന്ന ചൂടുമായിട്ട് വരികയാണ് കേട്ടോ. അപ്പം ഇരുന്നിരിപ്പിൽ കുറേ വിശേഷങ്ങളൊക്കെ തിരക്കി നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ വെള്ളമാണ്. എന്തായാലും ഒന്നും മടിച്ചു നിന്നില്ല കേട്ടോ. അക്കം പക്കമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ നോക്കിയിട്ട് വെള്ളത്തിലോട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം അത്രമാത്രം ചുട്ടുപൊള്ളുന്ന വെയിലാണ് കേട്ടോ. അപ്പോൾ ശരീരവും മനസ്സും ഒക്കെ ഒന്ന് തണുക്കാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞു മക്കളുടെ സന്തോഷത്തിൽ ഞാനും അല്പനേരം പങ്കുകൊള്ളാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിയതാണ്. 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് വെച്ച് കേട്ടോ. 4ാമത്തെ സ്റ്റെപ്പിലായപ്പോൾ തീരെ താഴെ കുഴിയാണ്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ചേട്ടൻ പറയുകയാണ് താഴോട്ട് ഇറങ്ങേണ്ട, നല്ല കുഴിയുണ്ട്. അപ്പം നീന്തൽ അറിയാമെന്നുള്ള 1-2 വ്യക്തികൾ, 1-2 അല്ല, കുറച്ച് അപ്പുറത്ത് മാറിയ കുറേ ഫാമിലി അപ്പുറത്തും കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും നീന്തൽ അറിയാം. അതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ഞാനും വെള്ളത്തിലിറങ്ങിയത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വെള്ളത്തിലിറങ്ങുമ്പോൾ അത് ഒരു ഭയങ്കര ഡേഞ്ചറാണ്. നമുക്ക് ആസ്വദിക്കാനും കുളിക്കാനും കളിക്കാനും ഒക്കെ തോന്നും. എങ്കിലും വെള്ളത്തിൽ നമുക്ക് നീന്തൽ അറിയില്ലെങ്കിൽ വെള്ളത്തിലിറങ്ങുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. കാരണം എനിക്ക് നീന്തൽ അറിയില്ല കേട്ടോ. അതുകൊണ്ട് വെള്ളത്തിലിറങ്ങാൻ കുളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നീന്തും. എപ്പോഴെന്നറിയാമോ? വെള്ളം വറ്റുന്ന സമയത്ത് 1-1.5 നീന്തലാണ്. അപ്പോൾ എന്തായാലും ഞാൻ ധർമ്മതിച്ച് കുളിക്കണം. ഇവരെയൊക്കെ ബലത്തിലാണ് ഞാനും അവിടെ നിന്നത്. ഈ കുഞ്ഞു മോളൊക്കെ ഉണ്ടോ, അവൾ കളിച്ച് ഏറ്റവും കുഴിയിലോട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. എന്നെക്കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയായപ്പം നീന്തിക്കൊണ്ടിരുന്ന അവൾ അച്ഛനെ തന്നെയാണ് ഞാൻ വിളിച്ചത്. പുള്ളി വന്ന് അവളെ കരയിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ വളരെ ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളത്തിലിറങ്ങുമ്പോൾ എത്ര നീന്തൽ അറിയാമെന്ന് പറയുന്ന വ്യക്തിക്ക് പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. കാരണം ഞാൻ മുമ്പ് ഒരു വീഡിയോ എടുക്കാൻ പോയ സ്ഥലത്ത് ഞാൻ മുഖാമുഖം കണ്ടതാണ് മരണം. കാരണം കടലിൽ നീന്താൻ അറിയാമെന്നുള്ള കുട്ടിക്ക് കരയിൽ, അതായത് ഈ സാധാ വെള്ളത്തിൽ, ആറ്റുവെള്ളത്തിൽ ഇവർ കുളിക്കുകയായിരുന്നു കേട്ടോ. അവർക്ക് അവിടെ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥ. അന്ന് എൻ്റെ ഒരു എന്തു പറയാനാണ്, ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരു വിളിയും ഒക്കെ കൊണ്ട് അവരെ രക്ഷപ്പെടുത്തിയെടുത്തി കേട്ടോ. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. എന്തായാലും നല്ല ഈ പായൽ പോലത്തത്, പായലോ അതോ കാട്ടുചെടിയോ എന്തോ ആണ്. എന്തായാലും കുളിച്ച് ഞാൻ കയറിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ എന്ത് പറയാനാണ്, നെയ്യാർ ഡാമിലെ ചീങ്കണ്ണി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ദേവങ്കോട് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലെ നടുവിലൂടെ ഒഴുകുന്ന നമ്മുടെ ഒരു ചെറിയ കനാലിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. പുതിയ വിശേഷം, പുതിയ കാഴ്ചയായിട്ട് ഓടി വരാം കേട്ടോ.